എല്ലാവർക്കും നമസ്കാരം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? നമ്മുടെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന LDC 2024ന്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക. ഓക്കെ, അപ്പൊ പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാ പഠിക്കേണ്ടത്, എവിടെന്നാ പഠിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് SCERT ക്ലാസ് 10ത്തെ മലയാളം ടെക്സ്റ്റിൽ നിന്നുള്ളതാണ് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. അപ്പൊ ഇതേപോലെയുള്ള എഴുത്തുകാരുടെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ ക്ലാസ്സുകൾ നമുക്ക് കോഡ് വെച്ച് ചെയ്യാം. ഞാൻ SCERTയിലുള്ള ഫാക്സുകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക. ഓക്കെ, അപ്പോ ഫസ്റ്റ് ആൻസർ എന്താ വരുന്നത്? രാമപുരത്ത് വാര്യർ. ആൻസർ വരുന്നത് കുചേല വൃത്തമാണ് കേട്ടോ. കുചേല വൃത്തമാണ്. കുഞ്ചൻ നമ്പ്യാറിന്റെ ആണ് ഘോഷയാത്ര അല്ലെ. ഒരു കുഞ്ഞു യാത്ര അല്ലെങ്കിൽ ആഘോഷം എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വയ്ക്കാം. കുഞ്ചൻ നമ്പ്യാറിന്റെ ആണ് ഘോഷയാത്ര. ഇനി സുഭാഷ് ചന്ദ്രന്റെ ഏതാ വരുന്നത്? സുഭാഷ് ചന്ദ്രന്റെ പറുദീസ നഷ്ടമാണ് കേട്ടോ. പറുദീസ നഷ്ടം. കാളിദാസന്റെ ഋതുസംഹാരമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1C, 2D, 3B, 4A. ഇനി SCERTയിൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. കണ്ടോ, ഇതേപോലെ സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം പ്രധാന കൃതികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, പറുദീസ നഷ്ടം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കി കൃതികളുണ്ട്. പിന്നെ നോക്കിയേ, ഇതൊക്കെ നമ്മുടെ SCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കാളിദാസൻ, കണ്ടോ, കാളിദാസനെയും ബേസ് ചെയ്തിട്ടുള്ള ഇവിടെ നോക്കുകയാണെങ്കിൽ ഋതുസംഹാരം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി ഇതേപോലെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഴുത്തുകാരെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. AP ഉദയഭാനോ, പിന്നെ നോക്കുകയാണെങ്കിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഇതേപോലെ തീർന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ 4 പേരെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷാണ് നമ്മൾ കൂടുതൽ ചെയ്യാറ്. കൂടെ സയൻസും മാത്സും IT ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 പേരുടെ ആയിരിക്കും പഠിക്കുന്നത്. അതിലെ ഫസ്റ്റ് സുഭാഷ് ചന്ദ്രൻ. നമുക്ക് വായിച്ചു നോക്കാം. പുതിയ തലമുറയിലെ പ്രമുഖ കഥാകൃത്ത്. 1972 ആലുവയ്ക്കടുത്ത് കടുങ്ങല്ലൂരിൽ ജനിച്ചു. പത്രപ്രവർത്തകനായി ജോലി ചെയ്യുന്നു. ആദ്യ കഥാസമാഹാരവും ആദ്യ നോവലും കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ് എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി പ്രധാന കൃതികൾ നമുക്ക് നോക്കാം അല്ലെ. പ്രധാന കൃതികൾ നോക്കാം. അപ്പോൾ ഈ കൃതികൾ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, പറുദീസ നഷ്ടം, തൽപ്പം, വിഹിതം, ഇതൊക്കെ കഥാസമാഹാരങ്ങളാണ്. ഇനി മനുഷ്യനൊരു ആമുഖം എന്ന് പറയുന്നത് നോവലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. സുഭാഷ് ചന്ദ്രൻ, അപ്പൊ ചന്ദ്രനുമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ കൊടുക്കാം. ഇപ്പൊ മൂണുള്ള സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്ത് ചന്ദ്രനുള്ള സമയത്ത് നമുക്ക് സമയവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലെ. നമ്മൾ സമയം നോക്കും, രാത്രിയായോ എന്നൊക്കെ നോക്കുന്ന വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം കേട്ടോ. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ഇനി ആ ഒരു സമയം അല്പം വൈകിക്കഴിഞ്ഞാൽ, അല്പം എന്ന് ഉദ്ദേശിക്കുന്നത് തൽപ്പമാണ്. ഇത് നമ്മൾ വെറുതെ എക്സാമിന് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി പറയുന്ന കണക്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ സമയം അല്പം വൈകിക്കഴിഞ്ഞാൽ, അല്പം എന്ന് പറയുമ്പോൾ തൽപ്പം ആലോചിക്കാം. എന്തു പറ്റും? പറുദീസ നഷ്ടമാവും അല്ലെ. പറുദീസ നഷ്ടമാവും എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇത്രയൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. സുഭാഷ് ചന്ദ്രൻ, ചന്ദ്രൻ എന്ന് പറയുമ്പോൾ സമയവുമായിട്ട് കണക്ട് ചെയ്യാം. എന്ത് സമയം? ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം അല്ലെ. സമയം അല്പം വൈകിക്കഴിഞ്ഞാലോ, അല്പം എന്ന് പറയുമ്പോൾ തൽപ്പം ആലോചിക്കാം. എന്തു പറ്റും? പറുദീസ നഷ്ടമായി പോകും അല്ലെ. അപ്പൊ പറുദീസ നഷ്ടം. ഇനി വിഹിതം, അതിന്റെ കൂടെ തന്നെ പഠിക്കണ വിഹിതം. ഓക്കെ, വിഹിതം. ഇനി മനുഷ്യനൊരു ആമുഖം, ഇതും കൂടിയുണ്ട്. മനുഷ്യനൊരു ആമുഖം. ഇനി പറുദീസയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ മനുഷ്യനൊരു ആമുഖം എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെക്കാം. ഒന്ന് പറഞ്ഞു തന്നെ പഠിക്കുക. അപ്പൊ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, പറുദീസ നഷ്ടം, തൽപ്പം, വിഹിതം, മനുഷ്യന് ഒരു ആമുഖം. ഇതെല്ലാമാണ് സുഭാഷ് ചന്ദ്രന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത് നോക്കാം അല്ലെ. ഇനി അടുത്ത് കാളിദാസനാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് അല്ലെ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കാളിദാസന്റെ വരുന്നത് ഏതാ? ഋതുസംഹാരം. അപ്പൊ നമുക്ക് കാളിദാസനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ നോക്കാം. ഓക്കെ, അപ്പൊ അതില് ആദ്യം കൊടുത്തിട്ടുള്ളത് വിശ്വവിശ്രുതനായിട്ടുള്ള സംസ്കൃത മഹാകവി, വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായി അറിയപ്പെടുന്നു. അനേകം ഐതിഹ്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പ്രചാരത്തിലുണ്ട്. മാളവം എന്ന ദേശത്ത് ജീവിച്ചിരിക്കുന്നതായിട്ട് കരുതുന്നു. അഭിജ്ഞാന ശാകുന്തളം, മാളവിക അഗ്നിമിത്രം, വിക്രമോർവശീയം, കുമാരസംഭവം, രഘുവംശം,
മേഘസന്ദേശം എന്നിവയാണ് മുഖ്യ കൃതികളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ മുഖ്യ കൃതികളായിട്ട് പറയുന്നത്? അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, പിന്നെ ഏതൊക്കെയാണ്? കുമാരസംഭവം, രഘുവംശം, ഓക്കെ, മേഘസന്ദേശം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മുഖ്യ കൃതികളായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, കുമാരസംഭവം, രഘുവംശം, പിന്നെ ഋതുസംഹാരം, മേഘസന്ദേശം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മുഖ്യ കൃതികളായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത സുഭാഷ് ചന്ദ്രന്റെ ആണെങ്കിലും കാളിദാസിന്റെ ആണെങ്കിലും ഓൾറെഡി എക്സാമിന് ചോദിച്ചതാണ്. ഇനി അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഴുത്തുകാരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം SCERT വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ AP ഉദയഭാനു, അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. ആലപ്പുഴ ജില്ലയിലെ മുട്ടത്ത് ജനനം, മികച്ച ഗദ്യകാരൻ, സ്വാതന്ത്ര്യ സമര സേനാനി, പത്രപ്രവർത്തകൻ, നർമ്മസ്പർശമുള്ള നിരവധി ലളിതോപന്യാസങ്ങളുടെ കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തൻ. പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ അടഞ്ഞ വാതിൽ, അല്ലെ, അടഞ്ഞ വാതിൽ, എന്റെ കഥയില്ലായ്മകൾ, വൃദ്ധവിചാരം. ജസ്റ്റ് ഓർത്ത് നോക്കിയേ, വാതിൽ അടഞ്ഞിരിക്കുകയാണ് അല്ലെ, അടഞ്ഞ വാതിൽ. അപ്പൊ എന്ത് പറ്റി? വാതിലൊക്കെ അടഞ്ഞു എന്ന് പറയുമ്പോ നമ്മള് എന്റെ കഥയില്ലായ്മകൾ, അല്ലെ, എനിക്ക് ഇനി പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, വാതിലൊക്കെ അടഞ്ഞു എന്നുള്ള രീതിയിൽ ഓർക്കാം. എന്റെ കഥയില്ലായ്മകൾ. അപ്പൊ വാതിലടഞ്ഞു, എനിക്ക് കഥയൊന്നുമില്ല, കുറച്ചൊരു വയസ്സായിട്ടുള്ള ഒരു വിചാരം വന്നു എന്ന് ഓർക്കാം. വൃദ്ധവിചാരം, വൃദ്ധവിചാരം. ഓക്കെ, വൃദ്ധവിചാരം, ഓർമ്മയുടെ കണ്ണാടി. പിന്നെ ഓർമ്മയുടെ കണ്ണാടി വന്നു. അപ്പൊ വൃദ്ധവിചാരം വന്നു കഴിഞ്ഞപ്പോ പിന്നെ നമ്മളിങ്ങനെ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, പണ്ടത്തെ കാര്യങ്ങളിലോട്ടൊക്കെ പോവാണ്. ഓർമ്മയുടെ കണ്ണാടി, കൊച്ചു ചക്കരച്ചി, അല്ലെ, അപ്പൊ കൊച്ചുകുട്ടിയായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയിലോട്ടൊക്കെ കേറാന്ന് വിചാരിക്കാം. ഓർമ്മയുടെ കണ്ണാടി, കൊച്ചു ചക്കരച്ചി. പണ്ടത്തെ കാര്യങ്ങളിലോട്ട് പോവാണ്. ആനയും അല്പം തെലുങ്കും, ഒന്നാനാം കൊച്ചുതുമ്പി, അതേപോലെ തന്നെ അർത്ഥവും അനർത്ഥവും. അപ്പൊ വാതിൽ അടച്ചിട്ട് കഴിയുമ്പോൾ അതിനൊരു അർത്ഥവും അനർത്ഥവും ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. അടഞ്ഞ വാതിലല്ല, അപ്പൊ അർത്ഥവും അനർത്ഥവും. പിന്നെ വരുന്നത് സംസാരിക്കുന്ന ദൈവം. ഓക്കെ, സംസാരിക്കുന്ന ദൈവം, കളിയും കാര്യവും. അപ്പൊ അടഞ്ഞ വാതിൽ എന്ന് പറയുന്നത് അർത്ഥവും അനർത്ഥവും അതിനകത്ത് ഉണ്ടെന്ന് ഓർക്കാം. അതേപോലെ തന്നെ അതിനകത്ത് കളിയും കാര്യം ഉണ്ടെന്ന് ഓർക്കാം, അല്ലെ, വാതിൽ അടഞ്ഞിരിക്കുമ്പോൾ അതിനകത്ത് കളിയും കാര്യം ഉണ്ടെന്ന് ഓർക്കാം. ഓക്കെ, ഇനി നമുക്ക് ഉദയഭാനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. ഈ സൂര്യ ഉദയം കാണാൻ പറ്റുന്നില്ല, കാരണം വാതിൽ അടഞ്ഞിരിക്കുകയാണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. AP ഉദയഭാനു ഏതൊക്കെയാണ് പ്രധാന കൃതികൾ വരുന്നത്? അടഞ്ഞ വാതിൽ. അടഞ്ഞ വാതിൽ ഓർത്തു കഴിയുമ്പോൾ എന്റെ കഥയില്ലായ്മകൾ, എന്റെ കഥയെല്ലാം തീർന്നു, വാതിൽ അടഞ്ഞു എന്ന് ഓർത്തു വെക്കാം. പിന്നെ വൃദ്ധവിചാരം, പിന്നെ ഓർമ്മയുടെ കണ്ണാടി, പിന്നെന്താ ഫ്ലാഷ് ബാക്ക് ആണ്, അല്ലെ, കൊച്ചു ചക്കരച്ചി, ആനയും അല്പം തെലുങ്കും, പിന്നെന്താ ഒന്നാനാം കൊച്ചുതുമ്പി, ആനയുടെ കാര്യവും കൊച്ചുതുമ്പിയുടെ കാര്യമൊക്കെ ഓർക്കുക. പിന്നെ അർത്ഥവും അനർത്ഥവും, വാതിൽ അടഞ്ഞിരിക്കുകയാണ്, അപ്പൊ അതിനകത്തൊരു അർത്ഥമുണ്ട് അനർത്ഥമുണ്ട്, കളിയും കാര്യവും ഉണ്ടെന്ന് ഓർത്തു വയ്ക്കാം. സംസാരിക്കുന്ന ദൈവം. ഓക്കെ, അപ്പൊ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ കണക്ഷൻസ് പറഞ്ഞൊന്ന് മാത്രം, അത്ര നല്ലതൊന്നും ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് വൈലോപ്പിള്ളി ശ്രീധര മേനോനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എറണാകുളത്തെ കലൂരിൽ ജനിച്ചു. കാച്ചിക്കുറുക്കിയ കവിത എന്ന് അദ്ദേഹത്തിന്റെ രചനകൾ വിശേഷിപ്പിക്കപ്പെടുന്നു. അധ്യാപകനായിരുന്നു. സമസ്ത കേരള സാഹിത്യ പരിഷത്ത്, കേരള സാഹിത്യ അക്കാദമി, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നിവയുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചു. ഇനി നോക്കിയ പ്രധാന കൃതികൾ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ അറിഞ്ഞു വെച്ചേക്കണം. ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? കന്നിക്കൊയ്ത്ത്, കന്നിക്കൊയ്ത്ത്, ശ്രീരേഖ, കുടിയൊഴിക്കൽ, ഓണപ്പാട്ടുകാർ, കുന്നിമണികൾ, വിത്തും കൈകോട്ടും. വിത്തും കൈകോട്ടൊക്കെ വളരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പിന്നെ ഏതാ? കടൽ കാക്കകൾ, കയ്പവല്ലരി, വിട, മകരക്കൊയ്ത്ത്, മിന്നാമിന്നി, പച്ചക്കുതിര, കുട്ടിക്കവിതകൾ, മുകുളമാല, കുരുവികൾ, അതേപോലെ തന്നെ മൃതസഞ്ജീവിനി, ഋഷ്യശൃംഗനും അലക്സാണ്ടറും, കാവ്യലോക സ്മരണകൾ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. വൈലോപ്പിള്ളി ശ്രീധര മേനോൻ, അല്ലെ. അപ്പൊ വയലായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. വയലില് പാടത്ത് എന്തൊക്കെയുണ്ട്? കന്നിക്കൊയ്ത്ത് ഉണ്ടെന്ന് ഓർത്തു വെക്കാം, അല്ലെ. കന്നിക്കൊയ്ത്ത് ഉണ്ട്. അതേപോലെ തന്നെ കൊയ്ത്ത്, കുടിയൊഴിക്കൽ, ഇതൊക്കെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാലോ. കുടിയൊഴിക്കൽ, പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? വിത്തും കൈകോട്ടും, ഇതൊക്കെ നമുക്ക് വയലുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന കേസുകളാണ്, അല്ലെ. വിത്തും കൈകോട്ടും. പിന്നെ കയ്പവല്ലരി, അവിടെ ഈ പറഞ്ഞ പോലെ വയലില് കയ്പവല്ലരി ഉണ്ടെന്ന് ഓർത്തു വയ്ക്കാം. മകരക്കൊയ്ത്ത് ഓർക്കാം. അതേപോലെ തന്നെ അവിടെ മിന്നാമിന്നി വന്നു, പച്ചക്കുതിര വന്നു എന്നൊക്കെ ഓർത്തു വയ്ക്കാം. ഓക്കെ, പിന്നെ ഏതൊക്കെയാണ്? കുരുവികൾ വന്നു എന്ന് ഓർത്തു വയ്ക്കാം.
അല്ലെ? ഇതൊക്കെ ഒരുമിച്ചൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. കന്നിക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, വിത്തും കൈക്കോട്ടും, കടൽ കാക്കകൾ, കയ്പവല്ലരി, പിന്നെ മകരക്കൊയ്ത്ത്, മിന്നാമിന്നി, പച്ചക്കുതിര, കുരുവികളൊക്കെ ഓർത്തു വെക്കാം. പിന്നെ ശ്രീധരമേനോനാണ്, അതുകൊണ്ട് തന്നെ ശ്രീരേഖയുണ്ട് അല്ലെ? ശ്രീരേഖയുണ്ട്. അപ്പൊ ഈ കന്നിയും അതേപോലെ തന്നെ വയലും ഓണവും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. ഓണപ്പാട്ടുകാർ, അതേപോലെ തന്നെ കുന്നിമണികൾ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പറ്റുന്ന രീതിയിലൊക്കെ ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് പഠിക്കുക. കുട്ടിക്കവിതകൾ, മുകുളമാല, ഓക്കെ, മൃഗസഞ്ജീവിനി, ഋഷ്യശൃംഗനും അലക്സാണ്ടറും, കാവ്യലോക സ്മരണകൾ, ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ വയലോപ്പിള്ളി ശ്രീധരമേനോൻ. ഓക്കെ, അപ്പൊ വയലോപ്പിള്ളി ശ്രീധരമേനോനും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള കവികളും അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളും നമ്മൾ ഡിസ്കസ് ചെയ്തു. SCERT ക്ലാസ് 10th ആണ് ഈ കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം. അപ്പൊ അടുത്ത എക്സാമിന് മുമ്പ് നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ SCERT ക്ലാസ് 10ൽ ഇതേപോലെ ഇഷ്ടം പോലെ ഓതേഴ്സും അവരുടെ കൃതികളെയും കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ.